ആരുമായിട്ടാണ് എഗ്രിമെൻറ്റ്? ഒരു രേഖയില്ലാതെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കെ കരുണാകരൻ കൊണ്ടുവന്നതാണ് ആ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അല്ലേ, ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കെ കരുണാകരൻ കൊണ്ടുവന്ന UDF കാലത്ത്. ആ സ്റ്റേഡിയത്തിലെ ഒരു വർക്ക് ഒരു എഗ്രിമെൻറ്റും ഇല്ലാതെ എങ്ങനെ വിട്ടുകൊടുത്തു? ആർക്ക് വിട്ടുകൊടുത്തു? അതിൻ്റെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് പറയണം, കായിക മന്ത്രാലയം പറയണം, GCDA പറയണം. ജനങ്ങളുടെ സ്വത്താണ്, ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഇവരാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ ഒരു ഗ്രൗണ്ട് പണിതോന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക, എഗ്രിമെൻറ്റും വേണ്ട. ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ആ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ ഒരു എഗ്രിമെൻറ്റും ഇല്ലാതെ വന്ന് എങ്ങനെ ചെയ്യുന്നത്? ഞാനത് ചെയ്യുന്നവരെ അല്ല ചോദ്യം ചെയ്യുന്നു, സർക്കാരാണ്. സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്? അല്ലല്ല, അത് മന്ത്രിയുടെ നേരെ ഒരു ഗൗരവതരമായ ആരോപണം സർക്കാരിനെതിരെ വന്നിരിക്കുകയാണ് അല്ലേ. ഞാൻ എപ്പോഴും ആരോപണം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് അവർ ക്ലിയർ ചെയ്യട്ടെ, എന്താണ് ട്രാൻസ്പെറൻ്റായി എന്ത് നടപടിയാണ് അവിടെ നടന്നിരിക്കുന്നത് പറയട്ടെ. പിന്നെ SIR സംബന്ധിച്ച് ചോദിച്ചു. SIR സർവകക്ഷി ഞങ്ങൾ പങ്കെടുക്കും. മുഖ്യമന്ത്രി എന്നെ വിളിച്ചിരുന്നു, ആ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കും. ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു നിലപാടുണ്ട്, സംസ്ഥാനത്തിലും ആ നിലപാട് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഡിസംബർ മാസം ഇപ്പോൾ ഇത് ഇലക്ഷൻ നവംബറിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി 35,000-36,000 വോട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ആ വോട്ടുകൾ തിരിച്ച് ചേർക്കാൻ പറ്റിയ സമയമാണോ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ? കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ, ഇലക്ടറൽ ഓഫീസർ അദ്ദേഹവും റെക്കമെൻഡ് ചെയ്ത് മാറ്റിവെക്കണമെന്ന്. എന്നിട്ടും മാറ്റിവെക്കാതെ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജൻ്റായി ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. കേരളത്തിലെന്താ പ്രശ്നം? അടിച്ചേൽപ്പിക്കുകയാണ് മനഃപൂർവ്വം. അതായത് സത്യസന്ധവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടിക കളങ്കിതമാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. ഞങ്ങൾ അതിനെ ചെറുക്കും. ഞങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് എല്ലാവരും ആലോചിക്കും. മറ്റൊരു ഈ സ്റ്റേഡിയത്തിലെ കേസിൽ ഒരു രാഷ്ട്രീയപരമായുള്ള ഒരു ചെറുത്ത് CPM പറയുന്നുണ്ട്. ഒരു ആരോപണം പ്രധാനമായിട്ട് പറയുന്നത് കോൺഗ്രസ് സ്റ്റേഡിയം നശിപ്പിക്കാൻ ശ്രമിച്ചു, അതിക്രമിച്ച് എവിടെ പോലീസിന് ആർക്കെതിരെയും കേസെടുക്കുകയാണ്? ഞാൻ ചോദിക്കട്ടെ, അവിടെ നടന്ന ഒരു സംഭവത്തിനെതിരായി പ്രതിഷേധം വേണ്ടേ? ആരോടും പറയാതെ ഒരു എഗ്രിമെൻറ്റും ഇല്ലാതെ ഒരു പൊതുസ്ഥാപനം അല്ലേ, പബ്ലിക് പ്രോപ്പർട്ടി, അതിൽ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടിയിട്ട് ആളുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു ഗുരുതരമായ തെറ്റാണ്. ആ ഗുരുതരമായ കാര്യത്തെ ചോദ്യം ചെയ്യാൻ, സമരം ചെയ്യാൻ എന്താ അവിടെ പോയി ഞങ്ങൾ തീ കൊളുത്തിയ CPM ചെയ്യണ പണിയല്ലേ. ഞങ്ങളതൊന്നും ചെയ്തില്ല. പിന്നെ കേസെടുത്ത് സ്റ്റേഡിയം നശിപ്പിക്കാനാണോ പോയത്? ആരെങ്കിലും ചെയ്യോ? അല്ല, പ്രവേശനമൊക്കെ അതാണല്ലോ നിയമലംഘനം എന്ന് പറയുന്നത്. അതാ നിയമലംഘനം ഞങ്ങൾ നടത്തി. നിയമലംഘനം നടത്താത്ത പാർട്ടിയാണ് CPM. നിയമലംഘനമാണത്, അതുകൊണ്ടല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റോട്ടിൽ കൂടി പ്രകടനം നടത്തി കഴിഞ്ഞാൽ നിയമലംഘനം നടത്തിയാണ്. ഒരു ഓഫീസ് പിക്കറ്റ് ചെയ്താൽ നിയമലംഘനമാണ്. ആ നിയമലംഘനം ഞങ്ങൾ നടത്തി, അതിന് കേസെടുത്തോന്ന് നിയമലംഘനമാണെന്ന് ആണ്. എല്ലാ സമരങ്ങളും നിയമലംഘനങ്ങളാണ്. മനസ്സിലായില്ലേ? ഓഫീസ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് CPM പിക്കറ്റ് ചെയ്ത നിയമലംഘനം അല്ലേ? വീർത്തി ചുമ്മാ വെറുതെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇല്ല, ഞങ്ങൾ ഗവൺമെൻറ് വ്യക്തമാക്കട്ടെ, ക്ലാരിറ്റി പറയട്ടെ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും അവർക്കൊരു അവസരം കൊടുക്കണ്ടേ? ആരോപണ വിധേയരായ ആളുകൾക്ക് അവരുടെ കാര്യം. ഞാൻ രാജീവ് ചന്ദ്രശേഖരനെതിരായി ആരോപണം വന്നപ്പോൾ ഞാനെന്താ പറഞ്ഞത്? രാജീവ് ചന്ദ്രശേഖർ വിശദമാക്കട്ടെ, എന്നിട്ട് നമ്മൾ പറയാം. നമുക്ക് സ്പോൺസർ പറയണ്ട, നമുക്ക് സ്പോൺസർ അല്ല പറയേണ്ടത്. എങ്ങനെയാണ് അദ്ദേഹം സ്പോൺസറായത്? സ്പോൺസറല്ല ഞങ്ങളോട് പറയേണ്ടത്, ജനങ്ങളോട് പറയേണ്ടത് പബ്ലിക് പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻ ആരാണ്? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് പറയട്ടെ.